നമസ്കാരം. ഞാൻ ആയൂർ ഉണ്ണികൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി നോക്കുന്നു. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. പ്രത്യക്ഷത്തിൽ ലഹരിയുടെ വിതരണം തടയുക, ലഹരിയുടെ ഉറവിടം തടയുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ പരോക്ഷമായ പോരാട്ടം പുതിയ തലമുറയിൽപ്പെട്ടവരെ രാസലഹരിയിൽ നിന്നും മോചിപ്പിച്ച് അവരെ ജീവിതം ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനായി വായന ഒരു ശീലമാക്കാം. വായന തുടങ്ങി കലാസാംസ്കാരിക രംഗങ്ങളിൽ വ്യാപൃതരായി അത്തരം കാര്യങ്ങളാണ് ലഹരി എന്നതിലേക്ക് പുതിയ തലമുറയെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. കലയും സാഹിത്യവും ഒക്കെ ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ലഹരിയുടെ മായാവിലാസത്തിലേക്ക് നമ്മുടെ കൗമാരവും യൗവനവും എന്തിനും ബാല്യവും വഴുതി വീഴുന്ന അത്യന്തം ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മുടെ നാടും രാജ്യവും നീങ്ങുമ്പോൾ നാടിൻ്റെ ഭാവി വലിയ അപകടത്തിലേക്ക് ആണ് പോകുന്നതെന്ന സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജനതയെ ലഹരിക്കെതിരെ ജാഗരൂകരാകുവാൻ നമ്മൾ ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും അടിമകളായി മാറിയാൽ നമ്മുടെ നാടിൽ സംഭവിക്കുന്ന തകർച്ച നമ്മൾ മുൻകൂട്ടി കണ്ട് വരാൻ പോകുന്ന വലിയ വിപത്തിനെ എതിരെ സമൂഹത്തെ ഒന്നാകെ ഉണർത്തി ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. അതിനായുള്ള ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉണർന്ന് പ്രവർത്തിക്കാം. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ലഹരി മൂലമുള്ള അക്രമങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം മാതാവിനെതിരെയും സഹോദരനെതിരെയും മറ്റു ബന്ധുക്കളെയും നിഷ്കരണം ക്രൂരമായി വധിക്കുവാനുള്ള മനസ്സ് എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ കാണണം. അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊന്നായി മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കുമെതിരെ കൈകോർക്കാം. അതിനായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.